കേരളത്തിന്റെ വികസന സാധ്യതകൾ ലോകത്തിനു മുന്നിൽ തുറന്നിട്ട വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ കപ്പലെത്തിയിട്ട് ഇന്ന് ഒരു വർഷം പിന്നിടുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ 393 കപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയത്. രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം സാധ്യതകളുടെ വലിയ തീരമാകുമെന്ന് വിഴിഞ്ഞം സീപോർട്ട് MD ദിവ്യ S. അയ്യർ പറഞ്ഞു. നമ്മൾ 7 മണിക്ക് നമ്മൾ പലയാവർത്തി പറയുന്നു, ആദ്യം കണ്ടപ്പോൾ സാൻ ഫെർണാണ്ടോ ഒരു പൊട്ടായിരുന്നു. ശേഷം അത് വിഴിഞ്ഞം തുറമുഖത്തേക്ക് എനിക്ക് തൊട്ട് പിന്നാലെ അടുത്ത സൈറന് മുഴങ്ങിയിരിക്കുന്നത് ബെർത്തിലേക്ക് അടുക്കുന്ന സൈറനാണ്. ജൂലൈ 11 കേരളം കാലങ്ങളായി കണ്ട സ്വപ്നം സാക്ഷാത്കരിച്ച ദിവസം. സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ കപ്പൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തൊട്ടു. പിന്നീട് നമ്മൾ കണ്ടത് അതിവേഗം കുതിക്കുന്ന വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ. ഇവിടെ വന്നു പോകുന്ന കപ്പലുകൾ ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്, വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് തിരിച്ചെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള നമ്മുടെ ആ ഒരു കണ്ടെയ്നർ നീക്കം നമുക്ക് ലോകത്തിൻ്റെ ഭൂപടത്തിലൊന്ന് മാർക്ക് ചെയ്യാൻ സാധിച്ചാൽ ശരിക്കും ലോകം മൊത്തം ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒരു പ്രതീകമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന MSC ഐറിന ഉൾപ്പെടെ 23 അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിഴിഞ്ഞം തുറമുഖത്തെത്തി. ഐറിന ഉൾപ്പെടെ പല കപ്പലുകളും ഇന്ത്യയിൽ ആദ്യമായാണ് ബെർത്ത് ചെയ്തത്. ഇതുവരെ 8.3 ലക്ഷം കണ്ടെയ്നറുകൾ തുറമുഖം കൈകാര്യം ചെയ്തു. കഴിഞ്ഞ 4 മാസങ്ങളായി ഇന്ത്യയിലെ തെക്ക് കിഴക്കൻ തീരത്തെ തുറമുഖങ്ങളിൽ ഒന്നാമതെത്താനും വിഴിഞ്ഞത്തിനായി. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ 393 കപ്പലുകൾ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തിലെ നാളുകളെക്കാളും കൂടുതൽ കപ്പലുകൾ നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 10,000 കോടിയിലേറെ ചെലവ് പ്രതീക്ഷിക്കുന്ന രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടൻ തുടങ്ങും. അതുകൂടി പൂർത്തിയാകുമ്പോൾ ഒരേ സമയം 5 കപ്പലുകൾക്ക് ബെർത്ത് ചെയ്യാനുള്ള സൗകര്യമുണ്ടാകും. പക്ഷേ അടുത്ത ഘട്ടം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം നമ്മൾ ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയൊരു മത്സ്യബന്ധന തുറമുഖം കൂടി കേരള സർക്കാരിൻ്റെ ഒരു ചെലവിൽ നമ്മൾ നിർമ്മിക്കുന്നതായിരിക്കും. ഭൂഗർഭ റെയിൽപാതയുടെ നിർമ്മാണം ഉടനെ തന്നെ നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കും. ഒപ്പം റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി ആദ്യ മാസങ്ങളിൽ തന്നെ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം നടത്തിയ ലോകത്തെ അപൂർവം പോർട്ടുകളിലൊന്നായി വിഴിഞ്ഞം തുറമുഖം മാറിയെന്നതും അഭിമാനമാണ്. 24 തിരുവനന്തപുരം.